രാഗവീതിയിൽ മനോഹര ഗാനവുമായി താരക്കുട്ടി എത്തുന്നു. ഡാൻസ് ചെയ്തിട്ട് പാടി. എപ്പോഴത്തെയും പോലെ താരക്കുട്ടി ഇന്നും താരമായി നിൽക്കുകയാണ്. താരക്കുട്ടി അതിമനോഹര പ്രകടനമാണ് വേദിയിൽ കാഴ്ചവെച്ചത്. നല്ല രസമായിട്ട് പാടി. എനിക്ക് മഞ്ജു ചേച്ചിയുടെ മുഖം തന്നെയാ, അതെല്ലാവർക്കും അങ്ങനെയായിരിക്കും. അത് ഒത്തിരി സ്റ്റേജിലും മഞ്ജു ചേച്ചി ഇങ്ങനെ പാടി കേട്ടു. വേദിയിൽ ആൻസർക്കുട്ടിയുടെ മണവാളനായി MG അങ്കിൾ. ഞാൻ മണവാളൻ പണ്ടേ പകിടകളി. വേദി വിസ്മയത്തിലാക്കിക്കൊണ്ട് ആര്യൻകുട്ടൻ എത്തുന്നു. അയ്യോ ഇത് കണ്ടോ? ഇതൊന്നും കാണുന്നില്ല ആര്യൻകുട്ടാ. വിധികർത്താക്കളെ പോലും ഞെട്ടിക്കുന്ന പ്രകടനമാണ് ആര്യൻ കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ പാട്ടിൽ ഇവനങ്ങ് നമ്മളെ അങ്ങോട്ട് കീഴ്കളയും. MG അങ്കിളിന് വേണ്ടി സ്വന്തമായി കവിത എഴുതിക്കൊണ്ട് വന്നിരിക്കുകയാണ് ആര്യൻകുട്ടൻ. വേദിയിൽ മനോഹര ഗാനവുമായി പാർവണക്കുട്ടി എത്തുന്നു. കൊറിയോഗ്രാഫി, നിങ്ങളുടെ അറേഞ്ച്മെന്റ്സ് അസാധ്യമായിരുന്നു. വേദിയിൽ രസനിമിഷങ്ങളുമായി വൈദേഹിക്കുട്ടി എത്തുന്നു. ചേച്ചിനെയാണോ ഇഷ്ടം, അമ്മേനെയാണോ ഇഷ്ടം? എനിക്ക് രണ്ടാളും ഇഷ്ടല്ല. മറ്റന്ന് എന്റെ വേദി നല്ല സ്ഫുടമായ ശബ്ദത്തിലാണ് വൈദേഹിക്കുട്ടി ആലപിക്കുന്നത്. ഈ പാട്ട് കേട്ട് ഞാൻ തളർന്നു. ആ അടയെല്ലാം കൃത്യമായിട്ട് ഓൺ ഡോട്ടിലാണ് മോള് പാടുന്നത്. വേദിയിൽ മനോഹര ഗാനവുമായി സെബാമുൻ എത്തുന്നു. ലൈഫിലെ എന്ത് പ്രശ്നങ്ങളെയും നമ്മൾ മറികടക്കുന്ന നിങ്ങളുടെ നല്ല പാട്ടുണ്ടായിട്ടല്ലേ ഈ പെറ്റമ്മ ജീവിച്ചിരിക്കുന്നു. വേദി വിസ്മയത്തിനാക്കാൻ സൂര്യഗായത്രി. സൂര്യകുട്ടി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ക്യൂൻ എലിസബത്ത് അണിഞ്ഞ പാദസരവുമായിട്ട് ടോപ്പ് സിംഗർ വേദിയിൽ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ബിന്നി ആന്റി എത്തിയിരിക്കുകയാണ്. എന്റെ ഇതിന്റെ അടുത്ത സൈസ് ഉള്ളത് കണ്ടാ നിങ്ങൾ എന്ത് പറഞ്ഞാൽ സീസൺ 5 വേദിയിൽ അരങ്ങേറിയ മനോഹര നിമിഷത്തിനായി നാം ഏവർക്കും ആകാംക്ഷയോടെ കാത്തിരിക്കും. നന്നായിരുന്നു. ചന്ദന തോപ്പിക്കാൻ ആവില്ല മക്കളെ.